ഗോൾഡിനെ എടുത്ത് വളർത്തി വലുതാക്കി 45 ദിവസം തൊട്ട് 60 ദിവസം വരെ കൊടുക്കും. 51 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണിത്. 4.5 മാസം ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. വർഷത്തിൽ 320 മുട്ടയിടും. വർഷത്തിൽ 320 മുട്ടയിടുന്ന BB380 ആണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അത്യാവശ്യം നല്ല ബൾക്ക് ഒരു കളക്ഷൻ ആണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ ചേട്ടന്റെ കയ്യിലുള്ളത്. ഞാൻ കൊടുത്ത കോഴികൾക്കെല്ലാം നല്ല റിസൾട്ടാണ്. ഈ മുട്ടക്കോഴി വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ അഭിപ്രായത്തിൽ ലാഭകരമോ? വളരെ ലാഭകരമാണ്. ലാഭകരമാണ്. അതായത് നമുക്ക് ഒരു മുട്ടയ്ക്കകത്ത് എത്ര രൂപ വരെ നമുക്ക് 3 രൂപ വരെ കിട്ടും. 3 രൂപ വരെ ഏറ്റവും കുറഞ്ഞ നമുക്ക് ഉണ്ടാക്കാൻ. ഏറ്റവും കുറഞ്ഞത് 3 രൂപ ലാഭം കിട്ടും. നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത്? അത് 1500 സ്ക്വയർ ഫീറ്റ്. 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതായത് രണ്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. വർഷത്തിൽ 320 മുട്ടയിടുന്ന BB380 കോഴികളുടെ അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് നമ്മുടെ മുരളീധരൻ ചേട്ടൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. മുരളീധരൻ ചേട്ടന്റെ പുതിയൊരു ഭാവനാണ് അല്ലേ? അതെ അതെ. മുരളീധരൻ ചേട്ടൻ നമുക്ക് ഈ സ്ഥലം ഒന്ന് പറഞ്ഞു, എവിടാന്നൊന്ന് പറഞ്ഞു. കൈപ്പട്ടൂരാണ് നമ്മൾ. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലൊരു ഷെഡാണ് നമ്മുടെ ഇപ്പോൾ ഫാമിന് വേണ്ടിയിട്ട് പുതിയ ഫാമിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇവിടുത്തെ സെറ്റിങ്സ് എല്ലാം പഴയതിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. രണ്ട് സെക്ഷനായിട്ട് ഓടിക്കളിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു ഫാം തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ചേട്ടാ? 1500 സ്ക്വയർ ഫീറ്റ്. 1500 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു ഫാം ശരിക്കും നിലവിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ മാത്രം. ഇതിപ്പോൾ ഒരു 2 സെക്ഷനായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ എത്ര കുട്ടികൾ ഇട്ടിട്ടുണ്ട്? 1500. 1500. 1500 ഇതും 1500. ഇതിപ്പോ എത്ര ദിവസമുള്ള ഈ ചെറിയ കുട്ടികൾ? 25 ദിവസം. നമ്മൾ ഡേ ഹോൾഡിനെ എടുത്ത് വളർത്തുന്നതാണ്. ഇതിപ്പോ 21 ദിവസം പ്രായമുള്ള കുട്ടികളാണ്. ഇതിന്റെ വാക്സിനേഷൻ ഏകദേശം പകുതി ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു പരുവാണ്. 21-25 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവാണ്. ഇത് നമ്മുടെ വലിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര ദിവസമായി? 51 ദിവസം പ്രായമുള്ളത്. നല്ല പെടപ്പൻ കുട്ടികളാണ് കേട്ടോ. അതേണ്ട ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വർഷത്തിൽ 320 ദിവസം മുട്ട കിട്ടും അല്ലേ? 320 മുട്ട കിട്ടും. 320 മുട്ട കിട്ടുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി കോഴികളാണ്. ചേട്ടാ നമുക്ക് ഇവിടെ എങ്ങനെയാണ് കോഴി എത്രാം ദിവസം തൊട്ട് നമ്മൾ കൊടുത്തു തുടങ്ങും? 45 ദിവസം തൊട്ട് 60 ദിവസം വരെ നിർത്തി കൊടുക്കും. അതായത് 45 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയ്ക്കാണ് നമുക്ക് ഇവിടെ സെയിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 45 ദിവസത്തിന്റെ റേറ്റ് ആണ് നമ്മൾ എത്ര പറഞ്ഞേ? 45 ദിവസം 150. അതിന് മേലോട്ട് വളരുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ 60 ദിവസത്തെ കോഴി 60 ദിവസം ആകുമ്പോഴും 240 രൂപ ഒരു കോഴിക്ക്. അതായത് നമുക്ക് മിനിമം എത്ര ക്വാണ്ടിറ്റി എടുക്കണം? 180 രൂപയ്ക്ക് ഒരെണ്ണം ആയാലും 150 കൊടുക്കും. ഒരെണ്ണം ആണെങ്കിലും കൊടുക്കും. അതായത് നമ്മൾ ഇവിടെ വന്ന് എടുക്കണം, അത് അയച്ചു കൊടുക്കും. ഇവിടെ വന്നെടുക്കുമ്പോൾ അതായത് ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ആണെങ്കിലും നമുക്ക് കൊടുക്കും. അതല്ല എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ 100 കുറയാതെ എടുക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കും. 100 കുറേ അടുത്തൊക്കെ 50 ആയാലും എത്തിച്ചു കൊടുക്കും. അടുത്തൊക്കെയാണ്. അത് 50 മീൻസ് എത്ര കിലോമീറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ളത് 50 ആയാലും 50 ആണ് നമുക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ ആ ഒരു രീതിയാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴികളുടെ നല്ല നെരുപ്പം കോഴികൾ അതെ നല്ല രീതിയിൽ ചിക്കിച്ചെകഞ്ഞ് നടക്കുന്ന നല്ല ആരോഗ്യമുള്ള കോഴികളാണ്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധനം പോകുന്നുണ്ടോ നമുക്ക് ഇവിടെ? എനിക്ക് 10 ദിവസത്തിനകം 1500 എണ്ണം പോകും. 10 ദിവസത്തിനകത്ത് സാധനം കയറി പോകുന്നുണ്ട്. ചേട്ടാ നമ്മുടെ കോഴിയെ എത്ര ദിവസം കൊണ്ട് ഇത് നമുക്കിത് മുട്ടയിട്ട് തുടങ്ങും? നമുക്ക് 4.5 മാസം ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. 4.5 മാസം ആകുമ്പോൾ നമുക്ക് മുട്ടയിട്ട് തുടങ്ങും. അപ്പൊ ഇപ്പൊ ഏകദേശം 51 ദിവസം അല്ലേ? അപ്പൊ ഇതിനൊരു 2-2.5 മാസത്തിനകത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് മുട്ട കിട്ടാൻ തുടങ്ങും. 320 ദിവസം നമുക്ക് മുട്ട കിട്ടും അല്ലെ വർഷത്തിൽ. ആ നിലയ്ക്കുള്ള കോഴികളാണ്. എന്തായാലും ചേട്ടാ നമുക്ക് ഇതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്കിത് ഗോദ്രേജിന്റെ ഫുഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഗോദ്രേജിന്റെ ഫുഡാണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിന്റെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? 7, 14, 21, 28, 42 ഈ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വാക്സിനേഷൻ കൊടുക്കും. വാക്സിനേഷൻ ഇനി ഇതിന് വാക്സിനേഷൻ ഇല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തന്നെ കൊടുക്കും. എല്ലാം കഴിഞ്ഞാണ്. ഓക്കെ. അപ്പൊ ഇനി കൊണ്ടുപോയി വളർത്തിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതാണ്ട് കോഴിയെ വാങ്ങാനും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ.